എങ്ങനെയാണ് നമ്മൾ റമളാനിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ റമളാൻ മാസത്തിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ അള്ളാഹു അവന്റെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുമത്രേ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇഹ്തിസാബ് എന്നതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥമാണ് റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ ഇഹ്തിസാബ് എന്നതിന് മറ്റൊരർത്ഥം വെക്കുന്നുണ്ട്. ത്വയ്യിബതൻ നഫ്സുഹു ബിദാലിക ഗൈറ കാരിഹിൻ ലഹു. സ്നേഹത്തോടുകൂടെയാണ് നമ്മൾ റമളാനിനെ സ്വീകരിക്കേണ്ടത്. ആനന്ദത്തോടുകൂടെയാണ് നമ്മൾ റമളാനിനെ സ്വീകരിക്കേണ്ടത്. അല്ലാ, ഒരു റമളാന് കൂടി നീ എനിക്ക് തന്നുവല്ലോ, അൽഹംദുലില്ലാഹ്. ഈ റമളാനിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഞാൻ തറാവീഹ് നിസ്കരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ശക്തമായ ചൂടാണ്, എനിക്കത് പ്രശ്നമല്ല. ശക്തമായ ചൂടാണ്, എനിക്കത് പ്രശ്നമല്ല. മണിക്കൂറുകളോളം നിന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, എനിക്കത് പ്രശ്നമല്ല. ഒരു മടിയുമില്ലാതെ, ഒരു വെറുപ്പുമില്ലാതെ റമളാൻ എന്നിലേക്ക് വന്നത് എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യനും, എന്ന് ചിന്തിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിക്കുന്ന മനുഷ്യനും, എന്ന് ചിന്തിച്ചുകൊണ്ട് റമളാനിന്റെ രാപ്പകലുകളെ ഹയാത്താക്കുന്ന മനുഷ്യനും, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാൻ എന്ന് പറയുന്നത് നമ്മിലേക്ക് വരുന്ന അതിഥിയാണ്. ആ അതിഥിയെ നമ്മൾ സ്വീകരിക്കേണ്ടത് സന്തോഷത്തോടുകൂടെയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന ദിവസങ്ങളാണല്ലോ. ആ ദിവസങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് ആനന്ദത്തോടെയാണ്, സന്തോഷത്തോടുകൂടെയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.